ഞാനുറങ്ങിയ നിശകളിലൊക്കെ നീ എന്തിനു താരാട്ടായി? ഞാനിറുത്ത പനിനീർപ്പൂവിനു നീ എന്തിനു പരിമളമായി? ഞാനുറങ്ങിയ നിശകളിലൊക്കെ നീ എന്തിനു താരാട്ടായി? ഞാനിറുത്ത പനിനീർപ്പൂവിനു നീ എന്തിനു പരിമളമായി? ഇപ്പോഴും ഉണ്ടോ ആ ഒരു വാസന? ഇപ്പോഴും നിൽക്കുന്നുണ്ടോ? വാസന എന്ന് പറഞ്ഞാലും എങ്ങനെ പോയാലും മറ്റേ അണ്ണാൻ മൂത്താലും മറിഞ്ഞാലും മറക്കില്ല ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കണ്ടില്ലേ? പ്രാക്ടീസ് ഇല്ല, എന്നാലും ഉള്ള നേരത്ത് വെറുതെ ഒന്ന് കേൾക്കും, വെറുതെ ഒന്ന് ചെല്ലും, അറിയണതൊന്ന് ചെല്ലും. അങ്ങനെ എല്ലാതൊന്നും അറിയില്ല, എല്ലാതൊന്നും. രാമേട്ടാ, എന്താ വിശേഷങ്ങൾ? നല്ല വിശേഷം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളുള്ളതേ നമ്മുടെ രാമേട്ടൻ്റെ കൂടെയാണ്. മതുപ്പുള്ളി അഖിലാനത്തുള്ള നമ്മളറിയപ്പെടാതെ പോകുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്. അപ്പോൾ അത്തരത്തിൽപ്പെട്ട ഒരു കലാകാരനാട്ടോ. കവിതകളൊക്കെ ചെല്ലുന്ന വളരെ മനോഹരമായിട്ട് ആസ്വാദനമായിട്ട് ചെയ്യുന്ന നമ്മുടെ രാമേട്ടൻ്റെ കൂടെയുണ്ട്. രാമേട്ടാ, സുഖല്ലേ? ഈ കച്ചവടവും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകണില്ലേ? അങ്ങനെ പോകണം, ചെറിയൊരു കച്ചവടമൊക്കെ ആയിട്ട്. പിന്നെ രാമേട്ടൻ നന്നായിട്ട് കവിത ചൊല്ലും, നമുക്കറിയാം. പഴയ കാലത്ത് തന്നെ രാമേട്ടൻ്റെ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്, കവിതകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ചെല്ലുന്നത്. ചെല്ലിലല്ല, കേക്കിലാണ്. അതെ, എന്നാലും കവിത ചൊല്ലുന്നതിനൊരു പ്രത്യേക രീതിയിൽ നമുക്കറിയാം, കേട്ടത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. എത്ര കാലം ഈ ഒരു ചെറുപ്പം മുതലേ ഉണ്ടോ ഇങ്ങനെ ഒരു കവിതയോടുള്ള? അതായത് ഇപ്പോ ഈ മറ്റേ നമ്മുടെ മധുസൂദനൻ നായരുടെ കവിത ഒക്കെ ഇറങ്ങിയതിന് ശേഷം അത് നമുക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതങ്ങനെ എല്ലാതൊന്നും ശ്രദ്ധിക്കില്ല, നമുക്ക് മനസ്സിൽ തോന്നിയതൊന്ന് ശ്രദ്ധിച്ചു നോക്കും, അത്ര തന്നെ. അങ്ങനെ അന്ന് തൊട്ടിട്ടേ അറിയാം. അന്ന് തൊട്ടിട്ടേ നമ്മൾ ഇങ്ങനെ ചെറിയൊരു മൈൻഡ് അതിന് കൊടുക്കും. പിന്നെ നമുക്ക് ഇഷ്ടമുണ്ട് തോന്നിയതൊന്ന് പഠിക്കാൻ പറ്റുമോ നോക്കും. അങ്ങനെ ചിലതൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ കയറ്റി വെച്ചു, അത്ര തന്നെ. പോയില്ല, അതായിട്ടൊന്നും നമ്മൾ മുന്നോട്ട് പോയില്ല, കാരണം ജീവിക്കണ്ടേ. പ്രാരാബ്ദം കൊണ്ട് എല്ലാം ഒഴിവായി പോന്നു. ഇപ്പോഴും ഉണ്ടോ ആ ഒരു വാസന? ഇപ്പോഴും നിൽക്കുന്നുണ്ടോ? വാസന എന്ന് പറഞ്ഞാലും എങ്ങനെ പോയാലും മറ്റേ അണ്ണാൻ മൂത്താലും മറിഞ്ഞാലും മറക്കില്ല ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കണ്ടില്ലേ? പ്രാക്ടീസ് ഇല്ല, എന്നാലും ഉള്ള നേരത്ത് വെറുതെ ഒന്ന് കേൾക്കും, വെറുതെ ഒന്ന് ചെല്ലും, അറിയണതൊന്ന് ചെല്ലും. അങ്ങനെ എല്ലാതൊന്നും അറിയില്ല, എല്ലാതൊന്നും ശ്രദ്ധിക്കില്ല. പാടുന്നവര് ചിലപ്പോ എഴുതിക്കൊള്ളുന്നില്ല, പാടിക്കൊള്ളണമെന്നില്ല. അത് ഓരോരുത്തർക്ക് കിട്ടുന്ന കഴിവ്. അതിപ്പോ അങ്ങനെയാണല്ലോ. രാമേട്ടന് പാടാനുള്ള കഴിവുണ്ട് നമുക്ക് മുന്നേ നമുക്ക് അറിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ രാമേട്ടന് വന്നതും രണ്ടുപേരും പാടണമെന്ന് പറഞ്ഞത്. അല്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് അറിയണമെന്ന് വെച്ചാൽ പാടിത്തരാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ രാമേട്ടൻ്റെ 2 കവിത ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പരമാവധി ഇതൊന്ന് ഷെയർ ചെയ്യുക, ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ഞാനെഴുതിയ വരികൾക്കൊക്കെ നീ എന്തിനീണം നൽകി? ഞാൻ പാടിയ പാട്ടുകൾക്കൊക്കെ നീ എന്തിനു താളം നൽകി? ഞാനെഴുതിയ വരികൾക്കൊക്കെ നീ എന്തിനീണം നൽകി? ഞാൻ പാടിയ പാട്ടുകൾക്കൊക്കെ നീ എന്തിനു താളം നൽകി? ഞാൻ കണ്ട കിനാക്കളിലൊക്കെ നീ എന്തിനു നായികയായി? ഞാൻ നടന്ന വഴികളിലൊക്കെ എന്തിനു തണൽ മരമായി? ഞാൻ കണ്ട കിനാക്കളിലൊക്കെ നീ എന്തിനു നായികയായി? ഞാൻ നടന്ന വഴികളിലൊക്കെ നീ എന്തിനു തണൽ മരമായി? ഞാൻ എഴുതിയ വരികൾക്കൊക്കെ നീ എന്തിനീണം നൽകി? ഞാൻ പാടിയ പാട്ടുകൾക്കൊക്കെ നീ എന്തിനു താളം നൽകി? ഞാൻ നനഞ്ഞ മഴകളിലൊക്കെ നീ എന്തിനു കുളിരായി വന്നു? ഞാൻ വരച്ച ചിത്രങ്ങൾക്ക് നീ എന്തിനു ജീവൻ നൽകി? ഞാൻ നനഞ്ഞ മഴകളിലൊക്കെ നീ എന്തിനു കുളിരായി വന്നു? ഞാൻ വരച്ച ചിത്രങ്ങൾക്ക് നീ എന്തിനു ജീവൻ നൽകി? ഞാനുറങ്ങിയ നിശകളിലൊക്കെ നീ എന്തിനു താരാട്ടായി? ഞാനിറുത്ത പനിനീർപ്പൂവിനു നീ എന്തിനു പരിമളമായി? ഞാനുറങ്ങിയ നിശകളിലൊക്കെ നീ എന്തിനു താരാട്ടായി? ഞാനിറുത്ത പനിനീർപ്പൂവിനു നീ എന്തിനു പരിമളമായി? വറ്റിയ പുഴകൾക്കു ചാറ്റൽ മഴയുടെ നനവുകളാണോ സ്വപ്നം? വറ്റിയ പുഴകൾക്കു ചാറ്റൽ മഴയുടെ നനവുകളാണോ സ്വപ്നം? കത്തിയ കാടിനു കാറ്റിൻ കരങ്ങളാലേൽക്കും തലോടലോ സ്വപ്നം?
ഏൽക്കും തലോടലോ സ്വപ്നം. വേദറ്റു വീഴുന്ന ജീവിതശാഖിയിൽ മോഹമാം തളിരോ സ്വപ്നം. വേദറ്റു വീഴുന്ന ജീവിതശാഖിയിൽ മോഹമാം തളിരോ സ്വപ്നം. പാഴ്മുളം തണ്ടിനെ പ്രണയിച്ച സംഗീതം എഴുതിയ കവിതയോ സ്വപ്നം. എഴുതിയ കവിതയോ സ്വപ്നം. സ്വപ്നങ്ങൾ വിൽക്കുന്നൊരങ്ങാടിയുണ്ടെങ്കിൽ ഒരു നല്ല സ്വപ്നം ഞാൻ വാങ്ങിയേനെ. ഒരു നല്ല സ്വപ്നം ഞാൻ